നമസ്കാരം. ഗൾഫ് വാർത്ത. കൊലക്കേസ് പ്രതികളായ 5 പേരുടെ വധശിക്ഷ കുവൈറ്റിൽ നടപ്പിലാക്കി. ഇന്ന് രാവിലെ കുവൈറ്റ് സെൻട്രൽ ജയിലിലായിരുന്നു ശിക്ഷ നടപ്പാക്കിയത്. ഒരു സ്വദേശി സ്ത്രീ അടക്കമുള്ള 5 പേരാണ് തൂക്കിലേറ്റപ്പെട്ടത്. തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച 11,985 പ്രവാസികളെ സൗദിയിൽ നിന്നും നാടുകടത്തി. ജനുവരി 9 മുതൽ 15 വരെയുള്ള കണക്കാണിതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നേരത്തെ പിടിയിലായ ആളുകളെയാണ് ഈ കാലയളവിൽ നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കയറ്റിവിട്ടത്. യുഎഇയിൽ മലയാളി യുവാവ് ഹൃദയാഘാതം മൂലം മരിച്ചു. കീഴുപറമ്പ് സ്വദേശി കാറങ്ങാടൻ അബൂബക്കർ എന്ന ബാബുവിന്റെ മകൻ നസീഹാണ് ഷാർജയിൽ നിര്യാതനായത്. സാമ്പത്തിക തട്ടിപ്പ് കുറ്റകൃത്യങ്ങളിൽ കുറ്റാരോപിതനായ സ്വദേശി പൗരനെ റിയാദിൽ പബ്ലിക് പ്രോസിക്യൂഷൻ അറസ്റ്റ് ചെയ്തു. പബ്ലിക് പ്രോസിക്യൂഷന്റെ കീഴിലുള്ള സാമ്പത്തിക തട്ടിപ്പ് വിഭാഗം ഇയാൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം നടത്തുകയാണ്. മസ്കറ്റിലും പരിസരങ്ങളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. റൂവി, ദാസെയ്ദ്, ഹമറിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭൂചലനം ഉണ്ടായതായി പ്രദേശവാസികൾ പറഞ്ഞു. സർക്കാർ വകുപ്പുകൾക്കും ഏജൻസികൾക്കും റമദാൻ മാസത്തിലെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം ഏർപ്പെടുത്തിയ പോലെ തന്നെ 4.5 മണിക്കൂറാണ് പ്രവൃത്തി സമയം. സ്ത്രീ ജീവനക്കാർക്ക് 1/2 മണിക്കൂർ ഗ്രേസ് പീരിയഡും അനുവദിച്ചിട്ടുണ്ട്.